അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തേതൊരു സ്റ്റിച്ചിങ് വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തേതൊരു ചെറിയൊരു വ്ളോഗാണ്. അപ്പം വീഡിയോയിലേക്ക് കടക്കണ മുന്നേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ജോലികളൊക്കെ തീർത്തിട്ട് വേഗം ചായകുടിയെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കയറാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പം ഇന്ന് പെട്ടെന്ന് ജോലി തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പൂരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടെ ബീഫ് കറിയാണ്, ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഒരു കറിയാക്കി വെച്ചതാണ്. അപ്പോൾ പിന്നെ ഉച്ചക്കേക്ക് ചോറ് മാത്രം വെച്ചാൽ മതി, ഈ ബീഫ് കറിയും ഉച്ചക്കേക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം സ്റ്റിച്ചിങ്ങിന് കയറുകയും ചെയ്യാം. അങ്ങനെ എല്ലാ ജോലികളും കഴിഞ്ഞ് ഞാൻ സ്റ്റിച്ചിങ് റൂമിലേക്ക് കയറിയപ്പോൾ ഇത് ഇന്നലെ രാത്രി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുനിന്ന് അതേപോലെ ഇറങ്ങി പോകുന്നതാണ്. രാത്രി സമയങ്ങളിൽ കുറച്ച് സമയമേ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഒന്നാമത് റബീഉൽ അവ്വൽ മാസമാണ്, അപ്പം മൗലൂദൊക്കെ ചെല്ലാനുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം സ്റ്റിച്ച് ചെയ്യാതിരിക്കുള്ളൂ, ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഉറക്കം വന്ന് അന്നേരം വേഗം നിർത്തി പോന്ന്. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനൊരു സ്ട്രെയിറ്റ് പാൻ്റാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്ത് ഇട്ടൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ നൂലൊന്നും കട്ട് ചെയ്തിട്ടില്ല. ഉറക്കം വന്നപ്പോൾ അങ്ങനെ ഇട്ടിട്ട് എണീച്ച് പോകുന്നതായിരുന്നു. പിന്നെ സ്റ്റിച്ചിങ് റൂം വേറെ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഈ ഡോറങ്ങ് അടച്ചിട്ടാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഈ റൂമിൽ ഞാൻ അടിച്ചു വാരിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടും ഇല്ലായിരുന്നു. അപ്പോൾ അത് മൊത്തം കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇനിയും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നായിട്ട് അതിൻ്റെ നൂലും കട്ട് പീസ് ബാലൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ഇട്ടിട്ട് പോയതാണ്, നോക്കിക്കൊന്നുമില്ല. ഞാൻ മുമ്പ് ഒരു സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ ഞാൻ ഉള്ളൊരു ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അത് പിന്നെ ചെയ്തത് അനിയത്തിക്കായിരുന്നു. ഇത് പിന്നെ ഞാൻ എനിക്ക് തന്നെ ചെയ്തത്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് അലാസ്റ്റിക് വരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ. അപ്പോൾ ഇതുണ്ട്, താഴ്ഭാഗത്ത് ഇതുപോലെ അങ്ങനെ 4 പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. തുണി തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അധികമൊന്നും വേണ്ട, ലെങ്ത്ത് മാത്രം കിട്ടിയാൽ മതി. പിന്നെ ഇവിടെ അലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. ഇതുണ്ട്, നല്ല റെഡിമെയ്ഡ് പോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക കാണാത്തവർ. അപ്പം എത്ര അറിയാത്തവർക്കായാലും ചെയ്തെടുക്കാൻ എളുപ്പത്തിലുള്ള രീതിയിലാണ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റിച്ചിങ് ടോപ്പിൻ്റെ പകുതിയാക്കി വെച്ചതിന് ഇതിൻ്റെ ലൈനിങ് കണ്ടില്ല, ഞാൻ അന്ന് മാറിപ്പോയി എന്ന് പറഞ്ഞില്ലായിരുന്നു. ഒരു മാച്ചുമില്ല, പക്ഷേ പുറത്തേക്ക് ഇങ്ങനെ കാണുന്നില്ല. അപ്പോൾ ഇത് നോർമലായിട്ടുള്ള ഒരു നെക്ക് തന്നെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ടോപ്പിന് വർക്കുണ്ട്. അപ്പോൾ ഞാൻ നിർത്താൻ കാരണം ഒന്നാമത് സ്ലീവ് ജോയിൻ ചെയ്തൊക്കെ ചെയ്ത് നോക്കുമ്പോൾ സ്ലീവിൽ ഒരു വർക്കുമില്ല. അപ്പോൾ എനിക്കൊരു ബോറ് പോലെ. ഒന്നാമത് നിർത്താൻ കാരണം അതാണ്, ഉറക്കവും വന്നിട്ടുണ്ട്. പിന്നെ അതിൽ അപ്പോൾ എംബ്രോയിഡിങ് ഒന്നും ചെയ്യാനെന്നുള്ള ഒരു മൂഡൊന്നുമില്ല, ഉറക്കങ്ങ് വന്നിട്ടേ. അപ്പോൾ ഇതാണ് നമ്മളെ ലൈനിങ്, ഈ സ്ലീവിൻ്റെ ലൈനിങ്. അപ്പോൾ ഇതൊക്കെ ജോയിൻ ചെയ്തെടുത്തേക്കാണ്. ലൈനിങ് ഒക്കെ ഇപ്പോൾ ഏതായാലും കാണുന്നില്ലല്ലോ. അപ്പം ഞാനിത് ഇവിടെ സൈഡിൽ എല്ലായിടെയും ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനായിട്ട് ഇനിയിപ്പോൾ ഒരു വലിയ പീസ് വാങ്ങിക്കേണ്ടല്ലോ. നമുക്ക് സ്റ്റിച്ചിങ് അറിയുന്നതുകൊണ്ട് ഇങ്ങനത്തെ എല്ലാ പരിപാടിയും ഒപ്പിക്കാം. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഇങ്ങനത്തെ എല്ലാ പരിപാടിയും ചെയ്തേക്കാം. പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ പരിപാടിയൊന്നും ഒപ്പിക്കരുത്. നല്ല വൃത്തിയിലും നീറ്റിൽ തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് അതിൻ്റെ സ്ലീവ് കണ്ടില്ല, ലെങ്ത്ത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനിതിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് പാൻറ്റിൻ്റെ ഒരു പീസ് ഇതിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗത്ത് ടോപ്പിൻ്റെ തന്നെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് രൂപത്തിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഇതുപോലെ 2 കട്ടിങ് ഉണ്ടാവും. ഇവിടെ നമുക്ക് ലോക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലെന്ത് വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഇനി അടുത്ത ചിന്ത. അപ്പം അങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ഇനി തിരയണം, ഇതിൽ ഇവിടെ കൊടുക്കണോ ഇവിടെ കൊടുക്കാമെന്നപ്പം ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഫുള്ളിലും കൊടുത്താൽ കുറേ സമയം പിടിക്കും. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ തിരഞ്ഞ് നോക്കണം, എന്താ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഇതുള്ളതെന്ന്. അപ്പോൾ ഇതൊക്കെ അലാസ്റ്റിക് കേട്ടോ, എല്ലാതരം അലാസ്റ്റിക്കും ഒരു ബൗളിലാക്കി വെച്ചതാണ്. അപ്പോൾ പിന്നെ എല്ലായിടും തിരയണ്ടല്ലോ, അലാസ്റ്റിക്കും എല്ലാം കൂടി ഒന്നിച്ചാക്കി വെച്ചാണ്. അപ്പോൾ ഞാൻ തിരഞ്ഞപ്പം ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി ഇതുപോലൊരു ലേസിൻ്റെ ബോക്സ് ഉണ്ട്, ഇതിൻ്റെ അകത്തും തിരഞ്ഞു നോക്കുകയാണ്. അങ്ങനെ ഞാൻ എല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് വലിയൊരു ഡ്രയലാക്കിയിട്ട് ഇങ്ങനെ വെക്കലാണ്. അപ്പോൾ എല്ലാം ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ
ഇതിന് മാച്ചായിട്ടുള്ളത് ചെയ്യുകയും വേണം. എന്തേലും ഒന്ന് എടുത്തിട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാനിതുപോലെ ഇത് കിട്ടുന്ന ലേസുകളും പൈപ്പിങ് എല്ലാം എന്തെങ്കിലുമൊക്കെ കിട്ടി നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ എന്താ നല്ല ഭംഗിയുള്ള സംഭവം എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു ഇങ്ങനത്തെ ഒരു ബൗളിലാക്കി മാറ്റി വെക്കും. അപ്പോൾ ഇതുണ്ട്, ഒരു ലൈസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ ഭംഗിയുണ്ട്. ഇതൊരു നോർമൽ ചുരിദാറല്ല, അപ്പോൾ ഇത്രയും ഓവർ ആക്കണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ ലൈസ് വെച്ചില്ല. അപ്പോൾ രണ്ട് സൈഡിലൊക്കെ വെച്ച് നോക്കിയതാണ്. അതിപ്പോൾ നല്ല ഫ്രോക്കാണെങ്കിലൊക്കെ വെക്കാം. ഇത് നോർമൽ ഒരു ചുരിദാറല്ല, അപ്പോൾ അതിന് ലൈസ് വേണ്ടെന്ന് വിചാരിച്ച് ഞാൻ എല്ലാ ലൈസും ഒക്കെ ഒന്ന് വെച്ച് നോക്കിയതാണ്. ഇനി ഇതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് തപ്പി നോക്കിയതാണ്. ഇതൊക്കെ മുമ്പ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് ലേസുകളാണ്. ഇത് ഞാനിങ്ങനെ വാങ്ങിച്ച് വെച്ചാട്ടോ ഈ ലേസ്. ഇത് ഒരു ഗ്രീൻ കളറാണ്. ഇതുപോലത്തെ ഒരു ബ്ലൂ കളറാണെങ്കിൽ ഇതെടുക്കായിരുന്നു. പിന്നെ ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഓരോ പീസ് ഇങ്ങനെ ഇവിടെ അവിടെ ഇങ്ങനെയൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കായിരുന്നു. പക്ഷെ ഇത് നല്ല ഗ്രീനാണ്, അപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇതൊക്കെ ലേസ്, ഈ ലേസ് പിന്നെ ഷോളിൻ്റെ ചുരിദാറിൻ്റെ ഒക്കെ താഴ്ഭാഗത്ത് വെക്കാനേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അത് വേണ്ട വെച്ച്. ഇത് പിന്നെ മുമ്പ് ഒരു ചുരിദാറിന് വാങ്ങിച്ചിട്ടുള്ള ബാലൻസാണ്. പിന്നെ ഇതുണ്ട് അതുപോലെ ഒരു ഫ്ലവർ. ഇതൊരു ചുരിദാർ സ്റ്റിച്ച് ചെയ്തപ്പോൾ അതിലൊരു ഫ്ലവർ ബാക്കിയുണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇത് വേറൊരു ചുരിദാർ പഴയതായപ്പോൾ ഞാൻ ഇത് പറിച്ച് വെച്ചതാണ്. അപ്പോൾ അതേതെങ്കിലും ചുരിദാർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനങ്ങനെ പിന്നെ ചുരിദാറൊക്കെ പഴയതാകുമ്പോൾ അതിൻ്റെ നല്ല വർക്കുകളൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെക്കും. എന്നാൽ വേറൊന്ന് സ്റ്റിച്ച് ചെയ്യുമ്പം നമ്മളതിന് വർക്കിംഗ് ചെയ്യാൻ ഇതുപോലെ തിരഞ്ഞെടുത്താൽ മതിയല്ലോ. ഇത് നമ്മളെ മിൽട്ടൺ ഫ്ലാസ്ക് വാങ്ങിയ അതിൻ്റെ ഒരു ബാഗാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത്, ഇതിപ്പോൾ വെറുതെ വേസ്റ്റ് അല്ല, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളെ ഈ ഫ്രോക്കിൻ്റെ ഒക്കെ പിന്നെ ബെൽറ്റ് ഉണ്ടാവില്ലേ, അതൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചതാണ്. എന്നാൽ പിന്നെ കുറേ സ്ഥലം ഇതിനാവശ്യം വേണ്ടി വരില്ലല്ലോ. ഇതിൻ്റെ അകത്ത് തന്നെ ആക്കി വെച്ചാൽ അവിടെ സേഫായിട്ട് ഇരുന്നോളൂല്ലോ. അപ്പോൾ ഇതൊക്കെ ഓരോരോ ഫ്രോക്കിന് ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ എല്ലാം കൂടി ഇതിൽ ഇനിയും കുറേ ഉണ്ട് കേട്ടോ വേറെ. അപ്പോൾ അതൊക്കെ പിന്നെ അത്യാവശ്യം ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഇത് പിന്നെ അങ്ങനെ ഉപയോഗിക്കില്ല, അപ്പോൾ ഒക്കെ ഇതിൻ്റെ അകത്ത് വെച്ചതാണ്. ഇനി ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരുടെയും പോയി തിരയണ്ടല്ലോ, ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ എടുത്തിടാമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ബോക്സിലാക്കി വെച്ചതാണ്. ഞാൻ ബീഡ് വർക്ക് ചെയ്യണോ പിന്നെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ പിന്നെ എളുപ്പം ചെയ്ത് തീർക്കാൻ പറ്റിയ ഇത് ചെയ്യുകയും വേണം. അങ്ങനെ നോക്കി നിൽക്കുകയാണ് ഏതാ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഇത് പിന്നെ എല്ലാത്തിനും മാച്ചാവും, ഈ ഫസ്റ്റിൽ വെച്ച്. അപ്പോൾ അതും അങ്ങെടുത്ത് വെക്കട്ടെ. ഇതിൻ്റെ അകത്ത് ഞാൻ വെറുതെ തുറന്ന് കാണിച്ചതാട്ടോ. ഇതിലെന്തായാലും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഞാനത് വർക്ക് ചെയ്യാനാണ്. പിന്നെ ചുരിദാറായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. എന്ത് വർക്കും ചെയ്യണമൊക്കെ ഇഷ്ടമാണ്. പിന്നെ സമയമല്ല, പിന്നെ നമ്മൾ മുൻകൂർ ചെയ്യണം തീരുമാനിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എനിക്ക് വേഗം തീർക്കണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയ വർക്ക് ഉള്ള ഏതാണെന്ന് വിചാരിച്ചിട്ടാണ് നോക്കുന്നത്. എനിക്കാണെങ്കിൽ ഒരു സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തീർക്കണം, എന്നിട്ടൊന്ന് ഇട്ട് നോക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇതുപോലെ വർക്കിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ സത്യത്തിൽ ദേഷ്യം വരും. എത്രയും പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് ഇടുകയാണ് എനിക്ക് ആഗ്രഹമുള്ളത്. അത് സ്റ്റിച്ച് ചെയ്യാൻ നല്ല മടിയാണ്. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വേഗം തീർക്കണം. അപ്പോൾ ഇതാ ഒരു ബോക്സ് തപ്പിയപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുകയാണ്. നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്നൊക്കെ 100, 10. അപ്പം ഞാനിത് ഒരു വെറൈറ്റി കണ്ടപ്പോൾ അവിടെ മാറ്റി വെച്ചതാണ്. ഇപ്പോഴൊന്നും ഇങ്ങനത്തെ 100 കിട്ടാനില്ലല്ലോ. അപ്പോൾ ഇതുപോലുള്ള ചില്ലറ പൈസകളാണ്. ഇതുണ്ടോ 25 പൈസ. ഇതൊക്കെ ഉപയോഗിച്ചത് ഓർമ്മ ഉള്ളവരൊന്ന് പറഞ്ഞേ. ഞാനൊക്കെ സ്കൂളിലൊക്കെ പോയ സമയത്ത് നമ്മൾ ചെറുതിൽ കണ്ടില്ലേ 25 പൈസക്കൊക്കെ മുട്ടായി വാങ്ങി, 5 പൈസ 10 പൈസ ഒക്കെ ഓർമ്മ ഉണ്ടോ? എനിക്ക് ഓർമ്മ ഉണ്ട്. പിന്നെ ഇത് 3, 4, 50 പൈസകളാണ്. ഒന്ന് 1986 അങ്ങനെ കണ്ടോ ഇന്ന്. അപ്പം ഞാൻ അങ്ങനെ ഒരു വെറൈറ്റി കണ്ടപ്പോൾ ചില്ലറ പൈസ അങ്ങനെ മാറ്റി വെച്ചു എന്നേ ഉള്ളൂ. ഇപ്പോഴൊന്നും 50 പൈസ വരെ എടുക്കാറില്ല. ഞാൻ ബസ്സിലൊക്കെ കൊടുത്ത്, കഴിഞ്ഞ ആഴ്ച ഞാൻ ബസ്സിൽ 2.50 കൊടുത്തപ്പം ആ കണ്ടക്ടർ പറഞ്ഞ് ഇപ്പം 50 പൈസ ആരും വാങ്ങൂല. പക്ഷെ ചില ബസ്സിലൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. ഒരു 1 ഉറുപ്പ്യൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ 2.50 പൈസയൊക്കെ എൻ്റെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു ഈ കുറ്റി പൊട്ടിച്ചതിൽ. അങ്ങനെയൊക്കെ കൊടുത്ത് നോക്കിയപ്പം ഇപ്പം ചിലർ വാങ്ങും, ചിലർ വാങ്ങൂല. അങ്ങനെ ഇതാ എല്ലാം തപ്പി നോക്കുകയാണ്, തപ്പൽ പുരോഗമിക്കുകയാണ്. അങ്ങനെ ഇതാ ഈ ബീഡ്സിൻ്റെ പിന്നെ ഒരു ബോക്സ് ഉണ്ട്. ഇതൊക്കെ ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ആക്കി വെക്കുക ചെയ്യാം. പക്ഷെ ഇതൊക്കെ ഒരു മാച്ചും ഇല്ലാത്ത കളറുകളാണ് എൻ്റെ കയ്യിലുള്ളത്.
അപ്പോൾ ഇതിനൊക്കെ നോക്കിയാണ് ഗോൾഡന് കുറച്ച് ബീഡ്സ് ഉണ്ട്. അപ്പോൾ ബീഡ്സ് വർക്ക് ചെയ്യേണ്ട, നൂല് വർക്ക് ചെയ്താലോ എന്ന് പിന്നെ ഇങ്ങനെ തോന്നും. ബീഡ്സ് വർക്കൊക്കെ ചെയ്യണേ കുറേ സമയം പിടിക്കുമല്ലോ. അപ്പം ഞാനങ്ങനെ ഈ ചെറിയ ഈ പിന്നെ ഷുഗർ ബീഡൊക്കെ പറഞ്ഞാൽ കുറേ സമയം പിടിക്കും. ചെയ്താൽ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം എനിക്കാണിത് പെട്ടെന്ന് തീർത്ത് ഇടണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് കുറേ കാലമായി വെട്ടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യൂല, അങ്ങനെയെല്ലാം കൂടി ഇരുന്നതാണ്. അപ്പം ഇന്ന് തീർക്കാൻ നോക്കി നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഇതിൻ്റെ സ്ലീവിൽ വർക്കൊന്നും കാണാനായിട്ട് എനിക്കങ്ങനെ ചെയ്യണം തോന്നി. ഇതൊക്കെ ഓരോന്നിൻ്റെ അപ്പുറം കിട്ടുന്നതാട്ടോ, ഓരോ ഡ്രസ്സിൻ്റെ ഒക്കെ. അപ്പം അതൊക്കെ അങ്ങനെ എടുത്ത് വെക്കുന്നതാണ്. ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇതുണ്ടോ, കുറേയൊക്കെ ഞാൻ ഓരോ പിരാന്തിരി പോയി വാങ്ങിയിട്ട് കൂട്ടി വെക്കുന്ന കേട്ടോ. നല്ല നല്ല വർക്ക് ചെയ്യാൻ പറ്റിയ സ്റ്റോണുകളൊക്കെ ഉണ്ട്, ചെയ്തെടുക്കണം. ചിലപ്പം തോന്നിയാൽ പിന്നെ ഫുള്ള് ചെയ്യാൻ. കുറേ മുമ്പൊക്കെ അന്നിപ്പോൾ ചാനലൊന്നും ഇല്ല, ഇഷ്ടം പോലെ വർക്കൊക്കെ ചെയ്തിരുന്നു. അന്ന് നല്ലൊരു ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ചുരിദാറിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊന്നും പിന്നെ ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കാണിക്കാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ തുടങ്ങി നോക്കിയാൽ ഇപ്പം നല്ല മടിയുമാണ്. അപ്പോൾ ഇതുപോലെ പിന്നെ സിൽക്ക് ത്രെഡൊക്കെ ഉണ്ട്. പിന്നെ മുമ്പത്തേതാ ഹാൻഡ് എംബ്രോയ്ഡറിൻ്റെ നൂല്. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ഇതാണ് ഇപ്പം. കമ്മൽ വർക്കിൻ്റെ നൂല്, ഇതൊക്കെ ലേസുകളാട്ടോ, ചെറിയ ലേസ്. ഇത് വെച്ചിട്ടൊക്കെ എനിക്കൊരു പിന്നെ ഫ്ലവർ തുന്നണമെന്നുണ്ട്, ചെയ്യും എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മളെ കമ്മൽ വർക്കില്ലേ, അതിൻ്റെ റോള്. പിന്നെ ഗിൽറ്റ്, പിന്നെ ഡ്രസ്സിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഗിൽറ്റാണ്, അതൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്തതെന്ന് കേട്ടോ. ഇപ്പം ഭയങ്കര മടിയാണ്, അതാണ് ഇപ്പോൾ ഉള്ള പ്രശ്നം. അങ്ങനെ എല്ലാം കൂടി തപ്പിത്തെരഞ്ഞ് ഞാനൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഈ ഗോൾഡൻ സിൽക്ക് ത്രെഡും നമ്മളെ ഹാൻഡ് എംബ്രോയ്ഡറിൻ്റെ ഈ ബ്ലൂ കളറുള്ള ഈ നൂല് വെച്ചിട്ടും പിന്നെ നമ്മളെ ഈ പ്രസ് ബീഡില്ലേ, പ്രസ് ബട്ടൺ വെച്ചിട്ടുള്ള ആ ബീഡ് വർക്കും കൂടി ഇതിൽ ഒരു മിക്സഡ് ആയിട്ട് ചെയ്യാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അപ്പം പിന്നെ ഈ ബീഡല്ല, നമ്മൾ പിന്നെ ഗ്രേ കളറില്ലേ, ഏകദേശം ഗ്രേ കളറാണ്. അപ്പോൾ അത് ചെയ്തെടുക്കുന്നുണ്ടോ, നല്ല ഗ്രേ കളറാണ് ഏകദേശം. അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് വെച്ച് നോക്കിയതാണ്. അപ്പം കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ഡിസൈൻ ആക്കണം. വർക്ക് ചെയ്യുന്നതിലും സമയം പിടിക്കുക, വർക്ക് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ടാണ്. അപ്പോൾ ഏകദേശം നമുക്ക് തീരുമാനത്തിലായിട്ടുണ്ട്. ഇനി ഇതെല്ലാം വെച്ചിട്ട് ഞാൻ ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ട്. ആ ഡിസൈൻ ചെയ്ത് വീഡിയോ പിന്നെ ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തത് വരാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.